LDFിൽ ഇടതുപക്ഷത്തിൽ കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകൾ എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ അത്രത്തോളം വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിച്ചിലാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CPMൽ നിന്നും വിട്ടുകൊണ്ട് വലതുപക്ഷത്തേക്ക് പോവാതെ, അതായത് UDFിലേക്ക് പോവാതെ BJPയിലേക്ക് ചേക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നേതാക്കൾ, പ്രവർത്തകർ ഉൾപ്പെടെ പലരും എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഈ ചുരുങ്ങിയ കാലയളവിൽ, അതായത് ഇപ്പോൾ മാസങ്ങൾ മാത്രം നോക്കുമ്പോഴത്തേക്ക് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കായാൽ പോലും ഇപ്പോൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി പേരാണ് കൂട്ടമായി CPMൽ നിന്നും മാത്രമായി BJP പാളയത്തിലെത്തിയിരിക്കുന്നത്. ഏകദേശം 300-ലധികം പേരാണ് ഇടതുപക്ഷത്തിൽ നിന്നും CPMൽ നിന്നും മാത്രമായി BJPയിൽ ചേക്കേറിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഒറ്റയടിക്ക് കൂട്ടമായി നിരവധി പേർ BJP പാളയത്തിൽ എത്തിയിരിക്കുന്നു പല ജില്ലകളിലായി എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്. അത് ആലപ്പുഴയിലായാലും തൃശ്ശൂരിലായാലും വളരെ വ്യക്തമായി കണ്ട ഒരു കാര്യം തന്നെയാണ്. 100-ലധികം പേർ BJPയിലേക്ക് ചേർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എറണാകുളത്തും CPM വിട്ടുകൊണ്ട് BJPയിലേക്ക് പലരും ചേർന്നിരിക്കുകയാണ്. ആലുവ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ കാഞ്ഞൂർ പാറപ്പുറത്തെ CPM പ്രവർത്തകർ ഒന്നടങ്കം ഇപ്പോൾ LDF വിട്ടുകൊണ്ട് BJPയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരനാണ് ഇവരെ NDAയിലേക്ക് അംഗത്വം നൽകി സ്വീകരിച്ചിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും ഇത് പലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇടതുപക്ഷത്തിൽ നിന്നുമുള്ള ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ എന്ന് എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് മാസങ്ങളുടെ കണക്ക് മാത്രം എടുത്ത് നോക്കുമ്പോൾ തന്നെയും നിരവധി പേരാണ് CPMൽ നിന്ന് മാത്രമായിട്ട് വെച്ചുകൊണ്ട് BJP പാളയത്തിൽ എത്തിയിരിക്കുന്നത്. അതും നേതാക്കൾ, പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയൊരു കാര്യമല്ല. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെയും നിരവധി പേർ ഇപ്പോഴും ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP പാളയത്തിൽ ചേക്കേറുന്നു. അതും വലതുപക്ഷത്തിലേക്ക് പോവാതെ BJPയിലേക്ക് തന്നെ ചേക്കേറുന്ന തരത്തിലോട്ട് CPMലെ നിരവധി പേർ മാറിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, LDFിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പിൽ തലവേദനയായി മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എന്തട്ടിമറിയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എന്നുള്ളത് വ്യക്തമാണ്. അതിനിടയിൽ തന്നെ ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെയും LDF ഏത് തരത്തിൽ നേരിടുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം യുവാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇടതുപക്ഷ പ്രസ്ഥാനം വിട്ടുകൊണ്ട് BJPയിലേക്ക് എത്തുന്നത്. യുവാക്കൾ, അതോടൊപ്പം തന്നെ വനിതകൾ, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ, പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ, പ്രധാനപ്പെട്ട പല സ്ഥാനങ്ങളും വഹിച്ചിരുന്ന നിരവധി പേർ BJP പാളയത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറുമോ, അല്ലെങ്കിൽ അവർക്കിത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമോ? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തലവേദനയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? ഒരു തിരിച്ചടി നേരിടുന്ന തരത്തിലോട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, അതായത് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന കടുത്ത സ്ഥലങ്ങളിൽ ഇതൊരു തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.